ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ, അതായത് ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആൽക്കലി മെറ്റൽസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരു സെക്ഷനും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് വേറൊരു സെക്ഷനും, അങ്ങനെ രണ്ടെണ്ണമായിട്ട് കൊടുത്തേക്കണേ. നമ്മളിത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. അതായത് നമ്മൾ ആദ്യം ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് പറയും. അതിനുശേഷമേ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കൂ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസിലെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ. അതായത് എങ്ങനെയാണ് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എയറുമായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം രണ്ട് കണ്ടീഷനുകളാണ്. ഒന്ന് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആവാം, അല്ലെങ്കിൽ പ്രധാനമായിട്ട് നൈട്രജനുമായിട്ടുള്ള റിയാക്ഷൻ ആവാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആൽക്കലി മെറ്റൽസ് ആയിക്കോട്ടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിക്കോട്ടെ എയറിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ഓക്സൈഡുകളാണ്. ഒന്ന് മോണോക്സൈഡ്, 2 പെറോക്സൈഡ്, 3 സൂപ്പർ ഓക്സൈഡ് എന്നിങ്ങനെ പറഞ്ഞിട്ട് 3 തരത്തിലുള്ള ഓക്സൈഡുകളാണ് ഫോം ചെയ്യുന്നത്. മോണോക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്. ആദ്യം ഫോം ചെയ്യുന്ന മോണോക്സൈഡ് കൺസിഡർ ചെയ്ത് നോക്കുക. മോണോക്സൈഡ് ഫോം ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇതിലത്തെ ഏറ്റവും സ്മോളസ്റ്റ് സൈസുള്ള ലിഥിയം പോലെയുള്ളതൊക്കെയാണ് മോണോക്സൈഡ് ഫോം ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ 4Li + O2 ഗീവ്സ് 2Li2O എന്നാണ് വരുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് മോണോക്സൈഡ്. ഈ മോണോക്സൈഡുകളുടെ പ്രത്യേകത, മോണോക്സൈഡിൽ ലിഥിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +1, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഇങ്ങനെയാണ് Li2O ഫോം ചെയ്യുന്നത്. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആയിരിക്കും. അപ്പോൾ എൻ്റെ എപ്പോഴും ശ്രദ്ധിക്കണം, മോണോക്സൈഡുകളിലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എന്നായിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരാൻ പോവാണ് പെറോക്സൈഡ്. പെറോക്സൈഡ് ഫോം ചെയ്യുന്നൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2Na + O2 ഗീവ്സ് Na2O2. 2Na + O2 ഗീവ്സ് Na2O2. ഇത് ഒരു പെറോക്സൈഡിന് എക്സാമ്പിളാണ്. പെറോക്സൈഡുകളായിരിക്കുമ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ വീണ്ടും വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ ഇങ്ങനെയായിരിക്കും വരിക. സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. ഓക്കെ, സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. ദെൻ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് O2 -2 എന്നായിരിക്കും. അതായത് ഓക്സിജൻ്റെ ഓവറോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് -2. അതിലെ ഓരോ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ -1 എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ പെറോക്സൈഡുകളുടെ പ്രത്യേകത, പെറോക്സൈഡുകളിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും, -1 ആയിരിക്കും ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പെറോക്സൈഡിൻ്റെ കണ്ടീഷൻ നോക്കി. പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1 എന്നാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് വരാൻ പോവുകയാണ് സൂപ്പർ ഓക്സൈഡ്. പ്രധാനമായിട്ട് സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് ആൽക്കലി മെറ്റൽസ്. നിങ്ങൾക്കറിയാം, ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇതൊക്കെയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഇതിലത്തെ ലിഥിയം പ്രധാനമായിട്ട് ഫോം ചെയ്യുന്നത് മോണോക്സൈഡ്, സോഡിയം പെറോക്സൈഡ്, അതേപോലെ പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം നോക്കുകയാണെങ്കിൽ ഇവർ പ്രധാനമായിട്ടും സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഇവർക്കാണ്. കാരണം ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച്, അയോണിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള കഴിവ് കൂടും. അപ്പോൾ ലാർജർ ആയിട്ടുള്ള അയോൺസേ സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്യൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവരുടെ ഫോർമുല വരുന്നത് നോക്കാം. അതായത് ഒരു സൂപ്പർ ഓക്സൈഡിൻ്റെ ഫോർമുല വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഫോർമുല വരുന്നത്? സൂപ്പർ ഓക്സൈഡ്സിൻ്റെ ഫോർമുല വരുന്നത് ഇങ്ങനെ: M + O2 ഗീവ്സ് MO2 എന്ന് ഞാൻ എഴുതാണ്. M + O2 ഗീവ്സ് MO2. ഈ MO2 ടൈപ്പ് കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഓക്സൈഡ്. MO2 ടൈപ്പ് കോമ്പൗണ്ടുകളെയാണ് സൂപ്പർ ഓക്സൈഡ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ KO2, RbO2, CSO2. ഓക്കെ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. KO2, RbO2 ആൻഡ് CSO2. ഇങ്ങനെ 3 എക്സാമ്പിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ് ഈ 3 ആളുകളിൽ വെച്ചിട്ട് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാണ്? അതായത് പൊട്ടാസ്യത്തിൻ്റെ സൂപ്പർ ഓക്സൈഡ് ആണോ, റുബീഡിയത്തിൻ്റെ ആണോ, സീഷ്യത്തിൻ്റെ ആണോ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അത് തീർച്ചയായിട്ടും ആര് തന്നെയായിരിക്കും? സീഷ്യത്തിൻ്റെ സൂപ്പർ ഓക്സൈഡ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു ലാർജർ സൈസുള്ള ആളുകൾക്ക് സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സീഷ്യത്തിൻ്റെ സൂപ്പർ ഓക്സൈഡ് CSO2 ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുക. ദെൻ അടുത്ത സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ അടുത്തതായിട്ട് കൂടുതൽ വരുന്ന ആർക്കായിരിക്കും? RbO2. ദെൻ അടുത്തത് ഏറ്റവും കുറവ് KO2. അപ്പോൾ കുറഞ്ഞു വരികയാണ് CSO2, RbO2, KO2. ഇതായിരിക്കും പെറോക്സൈഡുകളുടെ സൂപ്പർ ഓക്സൈഡുകളുടെയും സ്റ്റെബിലിറ്റിയുടെ ഓർഡർ വരുന്നത്. ഓക്കെ, സൂപ്പർ ഓക്സൈഡുകളുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ വരുന്നത്. ഇനി നിങ്ങൾ മൊത്തം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുക. അതായത് മോണോക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്, ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് നോർമൽ ഓക്സൈഡുകളാണ്. അതായത് മോണോക്സൈഡുകൾ. നോർമൽ ഓക്സൈഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുക. ഓക്കെ, ദെൻ അടുത്തത് പെറോക്സൈഡിനായിരിക്കും സെക്കൻഡ് വരുന്നത്. ഓക്കെ, ദെൻ തേർഡ് വരുന്നത് സൂപ്പർ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ മോണോക്സൈഡുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അതായത് മൂന്ന് കേസുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആരുടെ തന്നെയായിരിക്കും? നോർമൽ ഓക്സൈഡ്സിൻ്റെ കേസ് തന്നെയായിരിക്കും കൂടുതലായിട്ട് സ്റ്റേബിൾ ആയിരിക്കുക. ഓക്കെ, നോർമൽ ഓക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്, ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരായിരിക്കും? നോർമൽ ഓക്സൈഡുകളായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുക. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു പോയിന്റ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ KO2 എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്തു. ഈ KO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് സൂപ്പർ ഓക്സൈഡ് എന്നാണ്. ഓക്കെ, KO2നെ നമ്മൾ വിളിക്കുന്ന പേര് സൂപ്പർ ഓക്സൈഡാണ്. KO2 പൊട്ടാസ്യത്തിൻ്റെ സൂപ്പർ ഓക്സൈഡാണ്. ഈ പൊട്ടാസ്യത്തിൻ്റെ സൂപ്പർ ഓക്സൈഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് K+1, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും വരുന്നുണ്ടാവുക? നേരത്തെ നമ്മൾ 3 കേസ് പറഞ്ഞപ്പോൾ അത് മാത്രം പറയാൻ വിട്ടുപോയി. സൂപ്പർ ഓക്സൈഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരിക എന്ന് പറയാനായിട്ട് വിട്ടുപോയി. ഓക്കെ, മോണോക്സൈഡുകളുടെ കേസിൽ നമ്മൾ പറഞ്ഞു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എന്നായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ പെറോക്സൈഡുകളുടെ കേസിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു -1 എന്നായിരിക്കും. സൂപ്പർ ഓക്സൈഡുകളുടെ കേസിൽ ഇവിടെ +1 വരുമ്പോൾ ഈ ഓക്സിജൻ്റെ ഓവറോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും -1 ആയിരിക്കും. ഇവിടെ -1 വരണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1/2 എന്നായിരിക്കണം. ഓക്കെ, അതായത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ -½ ആണെങ്കിലാണ് -½ × 2 വെച്ചിട്ട് -1 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ സൂപ്പർ ഓക്സൈഡ് നോക്കുമ്പോൾ അതിലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1/2 എന്നാണ്. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എന്താ? -1/2 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ 3 കേസുകൾ കൺസിഡർ ചെയ്യാണ്. ഓക്സിജൻ O-2, ദെൻ അതേപോലെ തന്നെ O-1, ദെൻ അതേപോലെ തന്നെ O2. ഓക്കെ, അതായത് O-1/2, O-1/2. ഈ 3 കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതിലത്തെ ഈ 3 കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഏതൊക്കെയാണ്? ഒന്ന് O-2, ദെൻ അടുത്തത് O-1, ദെൻ O-1/2. ഈ 3 കേസുകൾ കൺസിഡർ ചെയ്തു. ഈ 3 കേസുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലത്തെ ഈ മൂന്നാമത്തെ കേസിൽ, അതായത് സൂപ്പർ ഓക്സൈഡ് ആയിരിക്കുന്ന സമയത്ത് ഈ മോളിക്യൂള് പാരാമാഗ്നറ്റിക് ആയിരിക്കോ അതോ ഡയാമാഗ്നറ്റിക് ആയിരിക്കോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അതായത് സൂപ്പർ ഓക്സൈഡുകൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ KO2 സൂപ്പർ ഓക്സൈഡ്, KO2 എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഓക്സൈഡാണ്. ഇത് പാരാമാഗ്നറ്റിക് ആണോ അതോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിജൻ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്, O2 -1 എന്നാണ് വരുന്നത്. O2 -1 എന്നാണ് സൂപ്പർ ഓക്സൈഡുകളുടെ കേസിൽ വരിക. നമുക്കറിയാം ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ് വരുന്നത്. O2 എന്ന് വരുമ്പോൾ അതിൽ ടോട്ടൽ 16 ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിരിക്കും. 16 ഇലക്ട്രോൺസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. O2 -1 എന്ന് വരുന്ന സമയത്ത് 16 + 1 ടോട്ടൽ 17 ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, 17 ഇലക്ട്രോൺസ് ആയിരിക്കും മൊത്തം പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവിടെ വരുന്നത് σ1s, σ*1s, σ2s, σ*2s, σ2pz, π2px equal to π2py, then π*2px equal to π*2py. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് σ*2pz.
ഇതിൽ നമ്മൾ 2 2 2 4 6 8 10 ഓക്കെ 12 14 ഓക്കെ ദെൻ ബാക്കി 14 ഇലക്ട്രോണുകൾ കഴിഞ്ഞു. ഇനി ബാക്കി 3 ഇലക്ട്രോണുകളാണ് വരുന്നത്. ടോട്ടൽ 17 ഇലക്ട്രോണുകളാണ്. അപ്പോൾ ബാക്കി 3 ഇലക്ട്രോണുകളാണ് വരുന്നത്. ആ 3 ഇലക്ട്രോണുകളിൽ നമ്മൾ 2 ഇതിലും 1 ഇതിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടായി, സ്വാഭാവികമായിട്ട് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഇവിടെ പൈ സ്റ്റാർ 2p ഓർബിറ്റലിൽ വന്നു. ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ വന്നു. അൺപെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് പാരാമാഗ്നറ്റിക് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ O2 - 1 എന്ന് പറയുന്നത്, അതായത് സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഓക്കെ, O2 - 1 എന്ന് പറയുമ്പോൾ സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ പെറോക്സൈഡിൻ്റെ കേസിൽ നോക്കാമെന്ന് വിചാരിക്കുക. പെറോക്സൈഡ് അടുത്ത കണ്ടീഷനാണ് പറയുന്നത് പെറോക്സൈഡ് ഇട്ടാം. പെറോക്സൈഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് O2 - 2 എന്നാണ് വരുന്നത്. O2 - 2 നമ്മൾ പറഞ്ഞു ഇതിലത്തെ ഓരോ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 വെച്ച് വരുന്നുണ്ട്. ഇതിലപ്പോൾ ഓവറോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് O2ൻ്റെ മൊത്തം ചാർജ് വരുന്നത് -2 എന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ട് ഓക്സിജനിൽ മൊത്തം 16 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനോടൊപ്പം 2 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ടോട്ടൽ 16 + 2 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോണായി, 18 ഇലക്ട്രോണായി. മൊത്തം 18 ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 18 ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ 2 4 6 8 10 12 14 16 ദെൻ അടുത്ത 2 ഇലക്ട്രോൺ ഇവിടെ വെച്ചു. ഓക്കെ, 18. അപ്പോൾ കറക്റ്റാണ്, എല്ലാത്തിനും പെയർഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇവൻ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, സൂപ്പർ ഓക്സൈഡുകൾ പാരാമാഗ്നറ്റിക്കും അതേപോലെ തന്നെ പെറോക്സൈഡുകൾ എന്ത് നേച്ചറും കാണിക്കുന്നു, ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള നേച്ചറുമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ അടുത്ത പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ഇവരുടെ കളറിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ഓക്സൈഡുകളും നിങ്ങൾ കൺസിഡർ ചെയ്യാണ്, ഓക്സൈഡ് നോക്കുന്നു, അതേപോലെ തന്നെ പെറോക്സൈഡ് നോക്കുന്നു. നോർമലി ഓക്സൈഡുകളും പെറോക്സൈഡുകളും രണ്ട് പേരും കളർലെസ് ആണ്. ഓക്സൈഡുകളും പെറോക്സൈഡുകളും കളർലെസ് ആണ്. സൂപ്പർ ഓക്സൈഡുകൾക്ക് ഒരു കളർ ഉണ്ടായിരിക്കും. സൂപ്പർ ഓക്സൈഡുകളുടെ കളറ് സാധാരണ ഒരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറൊക്കെ ആയിരിക്കും ആൽക്കലി മെറ്റൽസിൻ്റെ സൂപ്പർ ഓക്സൈഡ്സ് കാണിക്കുന്നത്. ഓക്കെ, യെല്ലോ ഓറഞ്ച് കളറായിരിക്കും സാധാരണ ഇവർ കാണിക്കുന്നത് സൂപ്പർ ഓക്സൈഡുകൾ. പെറോക്സൈഡുകളും അതേപോലെ തന്നെ മോണോക്സൈഡുകളും അല്ലെങ്കിൽ നോർമൽ ഓക്സൈഡുകളും സാധാരണ കളർലെസ് ആണ്. പിന്നെ നമ്മൾ നോക്കുന്ന സോഡിയത്തിൻ്റെ പെറോക്സൈഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് Na2O2. ഈ സോഡിയത്തിൻ്റെ പെറോക്സൈഡിൻ്റെ പ്രത്യേകത, സോഡിയം പെറോക്സൈഡ് സാധാരണ നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ എപ്പോഴും ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് Na2O2 സോഡിയം പെറോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആൽക്കലി മെറ്റൽസിൻ്റെ പെറോക്സൈഡുകളെക്കുറിച്ചും മോണോക്സൈഡുകളെക്കുറിച്ചും സൂപ്പർ ഓക്സൈഡുകളെക്കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു എയറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തൊക്കെ കൺസിഡർ ചെയ്യാം, ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനും കൺസിഡർ ചെയ്യാം, നൈട്രജനുമായിട്ടുള്ള റിയാക്ഷനും കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈട്രജനുമായിട്ട് ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനും കൂടി നോക്കി നോക്കാം. അതായത് ഇപ്പോൾ ആൽക്കലി മെറ്റൽസിൽ ലിഥിയമാണ് നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നൈട്രൈഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, Li3n വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് നൈട്രൈഡ്. ഓക്കെ, ലിഥിയം നൈട്രൈഡിൽ ലിഥിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3ഉം ആയിരിക്കും. ആ സ്റ്റേജിലാണ് നമ്മൾ ഇവരെ നൈട്രൈഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സോഡിയം ഒരു നൈട്രൈഡ് ഫോം ചെയ്യുമെങ്കിലും അവൻ ഒരിക്കലും സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് Na3n എന്ന് പറയുന്നത്. സോഡിയം ഫോം ചെയ്യുന്ന നൈട്രൈഡ് ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു കോമ്പൗണ്ടാണ്. ലിഥിയം ഫോം ചെയ്യുന്ന നൈട്രൈഡാണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്. അതായത് ആൽക്കലി മെറ്റൽസിൽ വെച്ചിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിഥിയത്തിനാണ് കുറച്ചെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നൈട്രൈഡ് ഫോം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ സോഡിയത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സോഡിയം ഇപ്പോൾ ഈ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന വേറൊരു കോമ്പൗണ്ട് നമുക്കിവിടെ പറയാവുന്നത് Na(N3) എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. Na(N3). അപ്പോൾ Na3n പറഞ്ഞപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തൊരു പോയിന്റ് കൂടി പറയാൻ കേട്ടോ. Na(N3) എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ Na(N3) എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരിക്കലും നൈട്രൈഡ് അല്ല. കുട്ടികൾക്ക് ചിലപ്പോഴെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി പോകാറില്ല. Na(N3) എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം അസൈഡ് എന്നാണ് വിളിക്കുക. സോഡിയം അസൈഡ് Na(N3). ഈ Na(N3) എന്ന് പറയുന്നതിലത്തെ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം
ഇനി നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1/3 എന്നുമായിരിക്കും. ഓക്കെ, -1/3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തം 3 നൈട്രജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ n -1/3 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും? അപ്പോൾ -1. ഓവറോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്ര വന്നു? -1 വന്നു. അപ്പോൾ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എത്രയായിരിക്കും? -1/3 എന്നായിരിക്കും. ആരുടെ കേസിൽ? അസൈഡുകളുടെ കേസിൽ. ഓക്കെ, അസൈഡ്, സോഡിയം അസൈഡ് എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത്. NaN3. ഓക്കെ, NaN3. ഇതൊക്കെയാണ് നമ്മുടെ ഇവരുടെ റിയാക്ഷൻ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു പോയിന്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രം. അതായത് ആൽക്കലി മെറ്റൽസ് ഒക്കെ തന്നെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൽക്കലി മെറ്റൽസ് ഹൈലി റിയാക്റ്റീവ് ആണ്. നമ്മൾ 10th സ്റ്റാൻഡേർഡിലും 9th നമ്മൾ പഠിച്ചതാണ്. മെറ്റൽസ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് സാധാരണ ഇത് നമ്മൾ മണ്ണെണ്ണയിൽ ഇട്ട് വെച്ചിട്ടാണ് സൂക്ഷിക്കാറുള്ളത്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറുമായിട്ടോ അറ്റ്മോസ്ഫിയറിലെ എയറുമായിട്ടോ ഇവർ വളരെ എളുപ്പത്തിൽ റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മളിത് സൂക്ഷിച്ച് വെക്കാറുള്ളത് മണ്ണെണ്ണയിലാണ്. നമ്മളിത് സൂക്ഷിച്ച് വെക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏതിൻ്റെ റിയാക്ഷൻസ് വരുന്നത്? ആൽക്കലി മെറ്റൽസിൻ്റെ. ഓക്കെ, ആൽക്കലി മെറ്റൽസിൻ്റെ എയറുമായിട്ടുള്ള റിയാക്ടിവിറ്റി നമുക്ക് വരുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, റേഡിയം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വരുന്നത്. ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലത്തെ ഈ ബെർലിയം, മെഗ്നീഷ്യം പോലെയുള്ള ആളുകളൊക്കെ സാധാരണ എയറുമായിട്ട് വളരെ ലോവസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. കെമിക്കലി ഇനേർട്ട് ആണെന്ന് പറയാം. ഓക്കെ, ബെർലിയം, മെഗ്നീഷ്യം പോലെയുള്ള ആളുകളൊക്കെ തന്നെ എയറുമായിട്ടുള്ളൊരു റിയാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കെമിക്കലി ഇനേർട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനേർട്ടായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. റിയാക്ടിവിറ്റി വളരെ കുറവായിട്ടുള്ള ആളുകളാണ് ഈ ബെർലിയം, മെഗ്നീഷ്യം പോലെയുള്ള ആളുകളൊക്കെ തന്നെ. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബെർലിയം എയറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ബെർലിയം എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ, ബെർലിയത്തിൻ്റെ മുകളിൽ ഒരു ഓക്സൈഡിൻ്റെ ഒരു ലെയർ ഫോം ചെയ്യും. ഓക്കെ, ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. ആ ഓക്സൈഡ് ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ആക്ട് ചെയ്യും. ആ പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ബെർലിയത്തിൻ്റെ ഒരു ബെർലിയം മെറ്റലാണെന്ന് വിചാരിക്കുക. ഈ ബെർലിയം മെറ്റൽ എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ ഒരു സർഫസിൽ ഒരു കവറിങ് വരും. ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ടൊരു പാസീവ് ലെയർ അല്ലെങ്കിൽ ഒരു പാസീവ് ഫിലിം, ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യും. അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദറായിട്ട് ബെർലിയവുമായിട്ട് പിന്നെ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് അത് നിൽക്കുകയാണ്. അതിൻ്റെ റിയാക്ഷൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ ബെർലിയം, മെഗ്നീഷ്യം പോലെയുള്ള ആളുകൾ വളരെ കെമിക്കലി ഇനേർട്ടാണെന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഇവരെ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ബെർലിയത്തിനെയും മെഗ്നീഷ്യത്തിനെയും ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും? ബെർലിയത്തിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യും. അതേപോലെ തന്നെ ഇവർ നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ബെർലിയത്തിൻ്റെ നൈട്രൈഡ് Be3N2 എന്ന് പറഞ്ഞിട്ട് ബെർലിയത്തിൻ്റെ നൈട്രൈഡും ഫോം ചെയ്യും. ഇത് നമ്മൾ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇഗ്നിഷൻ നടത്തുന്ന സമയത്താണ് ഇത് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം പോലെയുള്ള ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർ എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരുടെ ഓക്സൈഡുകളും നൈട്രൈഡുകളും ഫോം ചെയ്യും. ഇപ്പോൾ കാൽഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതേപോലെ കാൽഷ്യം നൈട്രൈഡ് Ca3N2 എന്ന് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ സ്ട്രോൺഷ്യത്തിൻ്റെ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ ബാരിയത്തിൻ്റെ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മോണോക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഇവരുടെ സൂപ്പർ ഓക്സൈഡിൻ്റെ ഫോർമുല വരുമ്പോൾ സോഡിയത്തിൻ്റെ ഫോർമുല വന്നത് എന്തായിരുന്നു? Na2O2 എന്നായിരുന്നു സോഡിയത്തിൻ്റെ പെറോക്സൈഡിൻ്റെ ഫോർമുല. എന്നാൽ ഇവിടെ ബാരിയം ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുക. ബാരിയത്തിൻ്റെ പെറോക്സൈഡിൻ്റെ ഫോർമുല BaO2 എന്നാണ്. BaO2. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എക്സാമിനേഷൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ BaO2 എന്ന് കാണുന്ന സമയത്ത് ഇതൊരിക്കലും സൂപ്പർ ഓക്സൈഡ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം KO2 എന്നായിരുന്നല്ലോ നമ്മൾ നേരത്തെ സൂപ്പർ ഓക്സൈഡിൻ്റെ ഫോർമുല എഴുതിയിരുന്നത്. BaO2 എന്ന് പറഞ്ഞ്, അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിൽ പെറോക്സൈഡുകളുടെ ഫോർമുല എഴുതുമ്പോൾ അത് BaO2 എന്നായി മാറി. ഓക്കെ, BaO2 എന്ന് പറയുമ്പോൾ ഇതിൽ ബാരിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 എന്നും ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്സിജൻ്റെ ഓവറോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് വരും? -2 എന്നുമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ അതിലത്തെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ -1 എന്ന് തന്നെ വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പെറോക്സൈഡുകളുടെ കേസ് വരുന്നത്. അപ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ പെറോക്സൈഡുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ സാധാരണ പോലെ തന്നെ ഫോർമുല വരുന്നത് BaO2 എന്നായിരിക്കും. സ്ട്രോൺഷ്യം പെറോക്സൈഡ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല വരുന്നത് SrO2 എന്നായിരിക്കും. ദെൻ കാൽഷ്യം പെറോക്സൈഡ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല വരുന്നത് CaO2 എന്നായിരിക്കും ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സാധാരണ പെറോക്സൈഡുകളുടെ ഫോർമുല വരുന്നത്. ഓക്കെ,
പെറോക്സൈഡുകളുടെ. ഇനി ഇവർ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബെർലിയം ഫോം ചെയ്യുന്ന ഓക്സൈഡ് BeO എടുത്തു. BeO എന്ന് പറയുന്ന ഓക്സൈഡിൻ്റെ ഒരു നേച്ചർ ഇവൻ ആംഫോട്ടറിക് ആയിരിക്കും. ബെർലിയം ഓക്സൈഡ് ആംഫോട്ടറിക് ആയിരിക്കും. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ക്യാരക്ടർ, രണ്ട് ക്യാരക്ടറും കാണിക്കാൻ പറ്റുന്ന ആളാണ് ആര്? ബെർലിയം ഓക്സൈഡ്. അസിഡിക് ക്യാരക്ടറും കാണിക്കുന്നു, ബേസിക് ക്യാരക്ടറും കാണിക്കുന്നു. അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ആണ് ബെർലിയം ഓക്സൈഡ്. ഇനി അടുത്ത് മെഗ്നീഷ്യം ഓക്സൈഡ് നോക്കാമെന്ന് വിചാരിക്കുക. മെഗ്നീഷ്യം ഓക്സൈഡിന് ഒരു വീക്ക് ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, വീക്ക് ബേസിക് നേച്ചർ ആയിരിക്കും ആർക്കുണ്ടാവുന്നത്? മെഗ്നീഷ്യം ഓക്സൈഡിന് ഉണ്ടാവുന്നത്. ദെൻ അടുത്തത് കാൽഷ്യം ഓക്സൈഡ്, സ്ട്രോൺഷ്യം ഓക്സൈഡ്, അതേപോലെ തന്നെ ബാരിയം ഓക്സൈഡ്. ഈ മൂന്നെണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് നേച്ചർ ആയിരിക്കും? ബേസിക് നേച്ചറും. അതേപോലെ തന്നെ നോൺ മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് നേച്ചർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? അസിഡിക് നേച്ചർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മെറ്റൽ ഓക്സൈഡ്സിനൊക്കെ ബേസിക് നേച്ചറും നോൺ മെറ്റൽ ഓക്സൈഡുകൾക്കൊക്കെ അസിഡിക് നേച്ചറും ഉണ്ടെന്ന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴും ഇവിടെ ഈ മെറ്റൽ ഓക്സൈഡുകൾ ബേസിക് നേച്ചർ കാണിക്കുന്നു. ബെർലിയം ഓക്സൈഡിൻ്റെ ഒരു പ്രത്യേകത അവൻ ആംഫോട്ടറിക് ആണ്. അസിഡിക് ക്യാരക്ടറും കാണിക്കാൻ കഴിയും, അതേപോലെ തന്നെ ബേസിക് ക്യാരക്ടറും കാണിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കെമിക്കൽ റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് ഇവർ എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് എങ്ങനെയാണ് ഇവർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ. ഓക്കെ, വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റി എങ്ങനെയാണ് എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കറിയാം സാധാരണ ആൽക്കലി മെറ്റൽസ് വാട്ടറുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ സോഡിയത്തിൻ്റെ ഒരു കഷ്ണം എടുത്ത് നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് ഓടി നടക്കുന്ന കാണാം. ഓക്കെ, അതായത് അത് വിഗറസ്ലി റിയാക്ട് ചെയ്യുന്നു ഓർ വയലൻ്റ്ലി റിയാക്ട് വിത്ത് വാട്ടർ. സാധാരണ അപ്പോൾ ഇത്രമാത്രമുള്ള സോഡിയം പോലെയുള്ള മെറ്റൽസ് ഒക്കെ വളരെ വിഗറസ്ലി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ലിഥിയത്തിന് കുറച്ച് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ആദ്യം ലിഥിയം, ദെൻ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. അതായത് ഡൗൺ ദ ഗ്രൂപ്പ് ഇവരുടെ റിയാക്ടിവിറ്റിയുടെ ട്രെൻഡ് കൂടി വരികയാണ് ചെയ്യുന്നത്. കൂടുതൽ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ വാട്ടറുമായിട്ട് ലിഥിയം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ലിഥിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും, LiOH. സോഡിയം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ദെൻ റുബീഡിയം റിയാക്ട് ചെയ്യുമ്പോൾ റുബീഡിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ്, സീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, എന്നിങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ആൽക്കലി മെറ്റൽസിനുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സോഡിയം 2Na പ്ലസ് 2H2O ഗീവ്സ് 2NaOH പ്ലസ് H2 എന്ന റിയാക്ഷൻ വരുന്നു. അതായത് സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് NaOH ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസും പ്ലസ് ഹൈഡ്രജൻ ഗ്യാസും ഇവോൾവ് ചെയ്യുന്നു. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. അപ്പോൾ ജനറലി ഇവർ ഏത് മെറ്റൽസ് റിയാക്ട് ചെയ്യുകയാണെങ്കിലും ആൽക്കലി മെറ്റൽസ് ഒക്കെ തന്നെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ജനറൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെ തന്നെയാണ്. 2M പ്ലസ് H2O ഗീവ്സ് 2MOH പ്ലസ് H2 എന്നാണ് ഇവരുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ വരുന്നത്. ആര് വേണമെങ്കിലും റിയാക്ട് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഹൈഡ്രോക്സൈഡുകളൊക്കെ ഫോം ചെയ്യുക. LiOH, KOH, NaOH, RbOH, CHOH. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ അപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങളോട് പറയാണ്. അതായത് ഇവരുടെ സോലുബിലിറ്റിയുടെ ഓർഡർ. ഓക്കെ, ഇവരുടെ സോലുബിലിറ്റിയുടെ ഓർഡർ എക്സാമിനേഷനുകൾക്ക് പലപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. ഇതിൽ ലീസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത് ആരാണ്, മോസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത് ആരാണ്? ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ സോലുബിൾ ആയിട്ടുള്ളത് സീഷ്യം ഹൈഡ്രോക്സൈഡും ഓക്കെ ലീസ്റ്റ് സോലുബിൾ ആയിട്ടുള്ളത് ലിഥിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. സോ ഹൈഡ്രോക്സൈഡ്സിൻ്റെ സോലുബിലിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പാണ് ലിഥിയം ടു സീഷ്യം ഹൈഡ്രോക്സൈഡ്. ലിഥിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് സീഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് വരുമ്പോൾ സോലുബിലിറ്റി മെല്ലെ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇവരുടെ ഒരു സോലുബിലിറ്റിയുടെ ഓർഡർ വരുന്നത്. വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാനൊന്ന് ടോപ്പിക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. സൊല്യൂഷനുകൾ വേറെ ഇതുപോലെ തന്നെ മറ്റുള്ള സൊല്യൂഷനുകളുമായിട്ട് ഈ ആൽക്കലി മെറ്റൽസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനും കൂടി ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ചെറുതായിട്ടൊന്ന് തെന്നിപ്പോണ്ടെങ്കിലും വീണ്ടും തിരിച്ച് അവിടേക്ക് തന്നെ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ആൽക്കലി മെറ്റൽസ് ആൽക്കഹോളുകളുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു.
അതേപോലെ തന്നെ ആൽക്കൈനുകളുമായിട്ട്, ആൽക്കൈൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്, അവരുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ദെൻ അമോണിയയുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ഇവിടെ സോഡിയം എടുക്കുകയാണ്. ഓക്കെ, സോഡിയം നിങ്ങൾ എടുത്തിട്ട് സോഡിയത്തിനെ നിങ്ങൾ ഒരു ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ആൽക്കഹോളായിട്ട് ഞാൻ എടുക്കുന്നത് C2H5OH. ഓക്കെ, C2H5OH. ഈ C2H5OH എന്ന് പറയുമ്പോൾ ആ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് എത്തനോൾ എന്നാണ് വിളിക്കുക, എത്തനോൾ. ഓക്കെ, അപ്പോൾ 2Na പ്ലസ് 2C2H5OH ഗീവ്സ് പ്രൊഡക്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഇവിടെ 2C2H5ONA ഓക്കെ പ്ലസ് H2 എന്നായിരിക്കും. അപ്പോൾ അവിടെയും റിലീസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് തന്നെയാണ്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു. ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം ഈത്തോക്സൈഡ് എന്നാണ് നമ്മൾ വിളിക്കുക, സോഡിയം ഈത്തോക്സൈഡ്. കാരണം എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനെ സോഡിയം എത്തോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഈത്തോക്സൈഡ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, അപ്പോൾ നമ്മളിവിടെ ഒരു ആൽക്കഹോളുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷനും കണ്ടുകിട്ടുക. ഓക്കെ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റിയാണ്, എന്നാലും നമ്മൾ മറ്റ് സൊല്യൂഷനുകളുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നും കൂടിയും ഒപ്പം നോക്കി പോവാണ്. അതായത് സോഡിയം ഇതേപോലെ തന്നെ ആൽക്കൈനുമായിട്ട് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. CH ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ആൽക്കൈനുകളുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആൽക്കൈനുകളുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ആദ്യം ഈ സോഡിയം, ഓക്കെ, നിങ്ങൾ ഒരു സോഡിയം ആഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ വരും Na ട്രിപ്പിൾ ബോണ്ട് CH എന്ന് വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ അടുത്ത സോഡിയം ഈ ഹൈഡ്രജനെയും കൂടി റീപ്ലേസ് ചെയ്യും. ആ ഹൈഡ്രജനെയും കൂടി റീപ്ലേസ് ചെയ്തിട്ട് ആ പൊസിഷനിലേക്കും കൂടി ആര് വരും, സോഡിയം വരും. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സോഡിയം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് മോണോസോഡിയം എത്തിനൈഡ് എന്നാണ് വിളിക്കുക, മോണോസോഡിയം എത്തിനൈഡ്. ഇപ്പോൾ ഇതിലിപ്പോൾ 2 സോഡിയം വന്നപ്പോൾ ഈ കോമ്പൗണ്ടിനെ ഞാൻ വിളിക്കുന്ന പേര് ഡൈസോഡിയം എത്തിനൈഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡൈസോഡിയം എത്തിനൈഡ്. മുമ്പ് ഒരു സോഡിയം മാത്രം ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എഴുതിയല്ലോ. ഓക്കെ, ഒരു ഹൈഡ്രജൻ വരുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയപ്പോൾ അതിനെ വിളിച്ച പേര് ഡൈസോഡിയം എത്തിനൈഡ് എന്നായിരുന്നു കേട്ടോ. ഓക്കെ, സോറി, മോണോസോഡിയം എത്തിനൈഡ് എന്നായിരുന്നു. 2 സോഡിയം ആയപ്പോൾ ഹൈഡ്രജൻ 2 റീപ്ലേസ് ചെയ്ത് സോഡിയം വന്നപ്പോൾ അതിന് നമ്മൾ ഡൈസോഡിയം എത്തിനൈഡ് എന്ന് വിളിച്ചു. ഓക്കെ, ഇപ്പോൾ 2 ഹൈഡ്രജൻ ഇവിടുന്ന് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത് ആരുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞേ, ഈത്തൈനുമായിട്ട്, ഈത്തൈൻ. ഓക്കെ, ഈത്തൈൻ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ കണ്ടു. ഒന്ന് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. 2 ആൽക്കൈനായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് കണ്ടു. അതായത് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അമോണിയ. ഓക്കെ, ഇവൻ എങ്ങനെയാണ് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോഡിയം അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടീഷൻ എങ്ങനെയാണെന്ന്. ഓക്കെ, നോക്കിക്കോളൂ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. Na പ്ലസ് NH3 ഗീവ്സ് ഓക്കെ NaNH2. ഓക്കെ, NaNH2 ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2Na എന്ന് എഴുതേണ്ടി വരും. 2NaNH2. ഓക്കെ, ഇവിടെ 2NH3 2NaNH2 പ്ലസ് H2 എന്നായിരിക്കും ഇക്വേഷൻ വരിക. ഇവിടെയും ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം അമൈഡും ചേർന്നിട്ട് ഇവിടെ സോഡമൈഡ് എന്നാണ് ഈ കോമ്പൗണ്ടിനെ വിളിക്കുക, സോഡമൈഡ്. ഓക്കെ, അപ്പോൾ വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റിയുടെ ഒപ്പം മറ്റ് ചില എക്സാമ്പിൾസും കൂടി നമ്മളൊന്ന് നോക്കി നോക്കുക മാത്രം. ഇനിയുണ്ട് നമുക്ക് വാട്ടറുമായിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റിയാണ്. ഈ വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റിയിൽ അടുത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഇതൊക്കെയാണ് നമ്മുടെ ആൽക്കലി മെറ്റൽസ്. ഈ ആൽക്കലി മെറ്റൽസിൽ ലിഥിയം ലീസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്മോൾ സൈസ്. ഓക്കെ, സ്മോൾ സൈസ്. ഓക്കെ, ലിഥിയം ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളായിരിക്കും. ദെൻ അടുത്തത് സോഡിയത്തിൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ റിയാക്ട്സ് വിഗറസ്ലി. ഓക്കെ, ഇറ്റ് വിഗറസ്ലി റിയാക്ട്സ് വിത്ത് വാട്ടർ. ഓക്കെ, വാട്ടറുമായിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ സാധിക്കുന്നു. പൊട്ടാസ്യത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം സോഡിയത്തിനേക്കാൾ നന്നായിട്ട് റിയാക്ട് ചെയ്യും. മാത്രമല്ല ഇവിടെ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാനും കഴിവുണ്ട്. ഓക്കെ, സോഡിയത്തിനും ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് പൊട്ടാസ്യത്തിന് സാധിക്കും. ഓക്കെ, ദെൻ റുബീഡിയവും സീഷ്യവും എക്സ്പ്ലോസീവ്ലി റിയാക്ട്സ് വിത്ത് വാട്ടർ. ഓക്കെ, എക്സ്പ്ലോസീവ്ലി റിയാക്ട്സ് വിത്ത് വാട്ടർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി കൂടി, പൊട്ടാസ്യത്തിലേക്ക് വീണ്ടും കൂടി,
റുബീഡിയത്തിലേക്കും സീഷ്യത്തിലേക്കും റിയാക്ടിവിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ഓരോ ആൽക്കലി മെറ്റൽസിലേക്കും പോകുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ട്രെൻഡാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞതൊക്കെ ആൽക്കലി മെറ്റൽസിനെ കുറിച്ചാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, എങ്ങനെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യുന്നത്? നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഒന്ന് ആദ്യം നോക്കാം. M+2H2O. ഓക്കെ, ഇവിടെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ഒന്നുകിൽ ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം. ഓക്കെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് എടുക്കുന്നത്. ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് MOH2 മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾ പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, മെറ്റൽ ഹൈഡ്രോക്സൈഡുകളും ഹൈഡ്രജൻ ഗ്യാസും റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതായത് ഇപ്പോൾ ബെർലിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ബെർലിയം ഹൈഡ്രോക്സൈഡ് BeOH2. ഓക്കെ, ബെർലിയം ഹൈഡ്രോക്സൈഡ് BeOH2. അതേപോലെ തന്നെ അടുത്തത് മെഗ്നീഷ്യം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ MgOH2, ദെൻ കാൽഷ്യം CaOH2, ഓക്കെ, ദെൻ സ്ട്രോൺഷ്യം SrOH2, ദെൻ ബാരിയം BaOH2. ഓക്കെ, ഇതൊക്കെയാണ് സാധാരണ ഫോം ചെയ്യുന്നത്. ഇതിലത്തെ ഇവരുടെ ഒരു റിയാക്ടിവിറ്റിയുടെ ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നത് ബാരിയം ആയിരിക്കും. വാട്ടറുമായിട്ട് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നത് ബാരിയം ആയിരിക്കും. ഞാൻ നേരത്തെ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ പറഞ്ഞ അതേ ട്രെൻഡ് തന്നെയായിരിക്കും ഇവിടെയും വരിക. ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ദെൻ ബാരിയം എന്നായിരിക്കും വരിക. ഓക്കെ, ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, ഇതായിരിക്കും ഇവരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ വരുന്നത്. ഇനി ഞാൻ ഇവിടെ കുറച്ച് ഹൈഡ്രോക്സൈഡുകൾ എഴുതിയിട്ടുണ്ടല്ലോ. ബെർലിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ പറഞ്ഞു. ഇവരുടെ ബേസിക് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ, ഇതിൽ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ളത് ആരായിരിക്കും? ഓക്കെ, ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് ആരായിരിക്കും? ഏറ്റവും മോസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് ബാരിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. ഓക്കെ, ദെൻ കുറഞ്ഞു വരുന്നു. ഓക്കെ, ബെർലിയം ഹൈഡ്രോക്സൈഡിനായിരിക്കും ബേസിക് സ്ട്രെങ്ത് കുറവ് വരുന്നത്. അതേപോലെ തന്നെ ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നോക്കിയാലും ഇതേ ട്രെൻഡ് തന്നെയായിരിക്കും വരിക. ഓക്കെ, ഈ ഹൈഡ്രോക്സൈഡുകളുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നോക്കിയാലും ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ നോക്കിയാലും ഇതേ ട്രെൻഡ് തന്നെയായിരിക്കും വരുന്നത്. ബെർലിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിലേക്കും കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്കും സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡിലേക്കും ബാരിയം ഹൈഡ്രോക്സൈഡിലേക്കും ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഇതാണ് നമ്മുടെ വാട്ടറുമായിട്ടുള്ള ഇവരുടെ റിയാക്ടിവിറ്റി പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റിയാണ്. ഓക്കെ, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും എങ്ങനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും എങ്ങനെയാണ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടീഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം, നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ആൽക്കലി മെറ്റൽസ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആൽക്കലി മെറ്റൽസിൻ്റെ റിയാക്ഷൻ നോക്കുക. ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലിഥിയം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലിഥിയത്തിൻ്റെ ഹൈഡ്രൈഡ് LiH ഫോം ചെയ്യും. ഓക്കെ, ഇത് വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഏകദേശം ഒരു 1073 കെൽവിൻ റേഞ്ചിലൊക്കെയാണ് റിയാക്ഷൻ നടക്കുക. ലിഥിയം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ലിഥിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യും. അതേപോലെ തന്നെ സോഡിയത്തിൻ്റെ ഹൈഡ്രൈഡ് ആയിട്ടുള്ള NaH ഫോം ചെയ്യും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ താഴേക്ക് വരും പൊട്ടാസ്യം ഹൈഡ്രൈഡ്, റുബീഡിയം ഹൈഡ്രൈഡ്, സീഷ്യം ഹൈഡ്രൈഡ്, അങ്ങനെ കൊണ്ട് പോകും. ഓക്കെ, സീഷ്യം ഹൈഡ്രൈഡ് വരെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ജനറൽ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. 2M + H2 ഗീവ്സ് 2MH മെറ്റൽ ഹൈഡ്രൈഡ്. ഇവിടെ M എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡുകൾ, ഓക്കെ, MH എന്ന് പറഞ്ഞ് മെറ്റൽ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യണ്ടല്ലോ. ലിഥിയം ഹൈഡ്രൈഡോ, സോഡിയം ഹൈഡ്രൈഡോ, പൊട്ടാസ്യം ഹൈഡ്രൈഡോ, റുബീഡിയം ഹൈഡ്രൈഡോ, സീഷ്യം ഹൈഡ്രൈഡോ, ഏതുമാവട്ടെ ഇവരൊക്കെ തന്നെ അയോണിക് ഹൈഡ്രൈഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അയോണിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ ഇവനെ വിളിക്കുന്ന വേറൊരു പേര് സലൈൻ ഹൈഡ്രൈഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, അയോണിക് ഹൈഡ്രൈഡ് ഓർ സലൈൻ ഹൈഡ്രൈഡ് എന്ന പേരിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത്. അയോണിക് ഹൈഡ്രൈഡുകളെന്നോ സലൈൻ ഹൈഡ്രൈഡുകളെന്നോ നമുക്ക് ഇവരെ വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിഥിയം ഹൈഡ്രൈഡിൻ്റെ കണ്ടീഷൻ എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ
നിങ്ങൾ ലിഥിയം ഹൈഡ്രൈഡ് എടുത്തു, LiH, ഇതൊരു അയോണിക് ഹൈഡ്രൈഡ് ആണ്, അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ് ആണ്. ഓക്കെ, ഇവരെ നിങ്ങൾ ഇലക്ട്രോളിസിസ് നടത്തുകയെന്ന് വിചാരിക്കുക. ലിഥിയം ഹൈഡ്രൈഡിനെ നിങ്ങൾ ഇലക്ട്രോളിസിസ് നടത്തുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അത് ഇലക്ട്രോളിസിസ് നടത്താനുള്ളൊരു കാരണമുണ്ട്, നമുക്കത് വഴിയേ മനസ്സിലാവും. അതായത് ഇപ്പോൾ ലിഥിയം ഹൈഡ്രൈഡിന് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് കാഥോഡിലും ആനോഡിലും നടക്കുന്ന റിയാക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കാഥോഡിലും ആനോഡിലും നടക്കുന്ന റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും വരിക? ഇപ്പോൾ ലിഥിയം ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ കാഥോഡിൽ അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? കാഥോഡിൽ ലിഥിയം ഹൈഡ്രൈഡ് എങ്ങനെയായിരിക്കും കാഥോഡിൽ വരുന്നത്? കാഥോഡിലേക്ക് വരുന്ന അയോൺ ഏതായിരിക്കും? കാഥോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡാണ്, അതിലേക്ക് വരുന്നത് Li+ അയോണുകളായിരിക്കും, ലിഥിയം അയോണുകളായിരിക്കും. ഈ ലിഥിയം അയോണുകൾ കാഥോഡിൽ വെച്ച് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, കാഥോഡിൽ വെച്ച് റെഡ്യൂസ് ചെയ്തിട്ട് അവിടെ ലിഥിയം മെറ്റലായി മാറുന്നു. അതേപോലെ തന്നെ ആനോഡിലേക്ക് വരുന്നത് ഇതിലത്തെ നെഗറ്റീവ് അയോണുകളായിരിക്കും. നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈഡ്രൈഡ് അയോണുകളാണ്. ആ റിയാക്ഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോളിസിസ് പറഞ്ഞത്. അതായത് ഇവിടെ ഹൈഡ്രജൻ ആനോഡിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആനോഡ് പോസിറ്റീവ്ലി ചാർജ്ഡാണ്. പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ആനോഡിലേക്ക് ഹൈഡ്രജൻ വരണമെങ്കിൽ ഹൈഡ്രജൻ്റെ ചാർജ് എന്തായിരിക്കണം? നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. സോ ഹൈഡ്രജൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസുകളാണ് ഹൈഡ്രൈഡുകൾ എന്ന് പറയുന്നത്. സോ അയോണിക് ഹൈഡ്രൈഡുകളായിട്ടുള്ള ലിഥിയം ഹൈഡ്രൈഡ്, സോഡിയം ഹൈഡ്രൈഡ്, പൊട്ടാസ്യം ഹൈഡ്രൈഡ്, റുബീഡിയം ഹൈഡ്രൈഡ്, ദെൻ സീഷ്യം ഹൈഡ്രൈഡ് പോലെയുള്ള എക്സാമ്പിളുകളിലൊക്കെ തന്നെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1 എന്നായിരിക്കും. ഓക്കെ, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എന്തായിരിക്കും? -1 എന്നായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2H- ഗീവ്സ് H2 + 2 ഇലക്ട്രോൺ എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ H- എന്ന് പറയുന്ന ഹൈഡ്രൈഡ് അയോൺ ഓക്സിഡേഷൻ നടന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു. അതിനോടൊപ്പം 2 ഇലക്ട്രോണുകളും റിലീസ് ചെയ്യുന്നു. ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു, ഒപ്പം 2 ഇലക്ട്രോണുകളും റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അതായത് -1 ആണ് അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ള ഹൈഡ്രൈഡുകൾ നമ്മൾ പറഞ്ഞല്ലോ, ലിഥിയം ഹൈഡ്രൈഡ്, സോഡിയം ഹൈഡ്രൈഡ്, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഹൈഡ്രൈഡുകളൊക്കെ നമ്മൾ നോക്കി. ഈ ഹൈഡ്രൈഡുകളുടെയൊക്കെ ഒരു സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നോക്കാമെന്ന് വിചാരിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ലിഥിയം ഹൈഡ്രൈഡ് ആയിരിക്കും. ഓക്കെ, ദെൻ അവരുടെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. സോഡിയം ഹൈഡ്രൈഡ്, പൊട്ടാസ്യം ഹൈഡ്രൈഡ്, റുബീഡിയം ഹൈഡ്രൈഡ്, സീഷ്യം ഹൈഡ്രൈഡ് എന്നിങ്ങനെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ലിഥിയം ഹൈഡ്രൈഡും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നോക്കി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചാപ്റ്റർ ഇങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, എടുത്തു പോകുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ഓർഡറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ ഹൈഡ്രോക്സൈഡുകളുടെ ഓർഡർ, പിന്നെ അതേപോലെ തന്നെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള ഓർഡറുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഓർഡറുകൾ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ വേറൊരു സൈഡിൽ നിങ്ങൾ ഓർഡർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് നോട്ട് ചെയ്ത് വെക്കണം, ഇന്നതൊക്കെയാണ് ഓർഡർ വരുന്നത്. കാരണം ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് പല പാറ്റേണിലുള്ള പലതരത്തിലുള്ള ഓർഡർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഓർഡർ ടൈപ്പ് ഒക്കെ ഒരു ഭാഗത്ത് എഴുതി തയ്യാറാക്കി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു നോട്ട് കിട്ടും, ഓർഡർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നോട്ട് കിട്ടും. അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റയർ ഇയറിൽ മുഴുവൻ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ലിഥിയം ഹൈഡ്രൈഡ്, സോഡിയം ഹൈഡ്രൈഡ്, പൊട്ടാസ്യം ഹൈഡ്രൈഡ്, റുബീഡിയം ഹൈഡ്രൈഡ്, സീഷ്യം ഹൈഡ്രൈഡ്, ഇതാണ് ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇവർ ഫോം ചെയ്യുന്ന ചില കോമ്പൗണ്ടുകളുടെ കണ്ടീഷൻസ് ഒന്ന് നോക്കാം. അതായത് അപ്പോൾ നമുക്കിനിപ്പോൾ ഇവിടെ നോക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇവരൊക്കെ ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലത്തെ ഈ ഹൈഡ്രൈഡുകൾ എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷനിൽ എങ്ങനെയാണ് ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇവരുടെ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ലിഥിയം ഹൈഡ്രൈഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ലിഥിയം ഹൈഡ്രൈഡ് അലുമിനിയം ക്ലോറൈഡുമായിട്ട് AlCl3യുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ലിഥിയം ഹൈഡ്രൈഡ് AlCl3യുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ 4LiH + AlCl3 ഗീവ്സ് LiAlH4 ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് പ്ലസ് 3LiCl ലിഥിയം ക്ലോറൈഡും ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന ഈ കോമ്പൗണ്ട് നമ്മൾ വിളിച്ച പേരെന്താ? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലത്തെ ഒരുപാട് റിയാക്ഷനുകളിലും നമ്മൾ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഒരുപാട് റിയാക്ഷനുകളിൽ
നമ്മൾ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഏതാ? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, LiAlH4. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ നിങ്ങൾ, ലിഥിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ Li+1 എന്നും, ഓക്കെ, അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Al(H4-1) എന്നുമാണ് വരുന്നത്. ലിഥിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Li+1ഉം അലുമിനിയം ഹൈഡ്രൈഡ് Al(H4). ഓക്കെ, ഇവൻ്റെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ 4 ഹൈഡ്രജനുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടെട്രാഹീഡ്രൽ മാനറിൽ 4 ഹൈഡ്രജനുകൾ അറ്റാച്ച് ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ, ഒരു ഹൈഡ്രജൻ എക്സ്ട്രാ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ Al(H4-1), ഓക്കെ, അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും ഫോം ചെയ്യുക. ഇവരുടെ പ്രത്യേകത എന്താ? ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരുപാട് റിയാക്ഷനുകളിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പീഷീസാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. പിന്നെ നമുക്ക് അടുത്തതായിട്ടൊരു റിയാക്ടിവിറ്റി ഇവരുടെ ചെക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ആൽക്കലി മെറ്റൽസ് ഒക്കെ നോക്കിയല്ലോ, ഇനി നമുക്ക് അടുത്ത ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒന്ന് നോക്കാം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ ബെർലിയം ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് BeH2, ബെർലിയം ഹൈഡ്രൈഡ്. അപ്പോൾ ഇവരുടെ ഒരു ജനറൽ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ എന്ത് വരും? M+H2 ഗീവ്സ് MH2 ലൈക്ക് സ്പീഷീസുകളാണ് ഫോം ചെയ്യുന്നത്. അതായത് മെറ്റൽസ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുന്നു. ഇവിടെയും MH2. ഓക്കെ, ദെൻ ബെർലിയം ഹൈഡ്രൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രൈഡ്, കാൽഷ്യം ഹൈഡ്രൈഡ്. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഓർമ്മ വന്നൊരു പോയിന്റ് പറയാം. കാൽഷ്യം ഹൈഡ്രൈഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രോലിത്ത് എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുക. കാൽഷ്യം ഹൈഡ്രൈഡ് അറിയപ്പെടുന്ന ഒരു പേരാണ് ഹൈഡ്രോലിത്ത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടില്ല. കാൽഷ്യം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ഹൈഡ്രോലിത്ത് എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, ദെൻ സ്ട്രോൺഷ്യം. ഓക്കെ, സ്ട്രോൺഷ്യം ഹൈഡ്രൈഡ്, ദെൻ ബാരിയം ഹൈഡ്രൈഡ്, ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈഡ്രൈഡുകൾ. മെറ്റൽസ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് അവരുടെ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ ബെർലിയം ഹൈഡ്രൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെർലിയം ഹൈഡ്രൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു പോളിമറിക് സ്ട്രക്ചർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, ബെർലിയം ഹൈഡ്രൈഡ്. ഓക്കെ, ബെർലിയം ഹൈഡ്രൈഡിൻ്റെ പ്രത്യേകത ഒരു പോളിമറിക് സ്ട്രക്ചറാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ ബെർലിയം ഹൈഡ്രൈഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബെർലിയം ഹൈഡ്രൈഡ് മോളിക്യൂള്, ബെർലിയം ഹൈഡ്രൈഡ്. ഓക്കെ, ഇതിലെങ്ങനെയാണ് ഇവൻ്റെ സ്ട്രക്ചർ വരുന്നത് നോക്കുക. ഇവിടെ ഒരു ബെർലിയം, ദെൻ ബെർലിയം, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവൻ്റെ സ്ട്രക്ചർ വരുമ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. ഇവിടെ ഒരു ബെർലിയവും ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ ഒരു ഹൈഡ്രജനും വരികയാണ്. ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് അടുത്ത ബെർലിയം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബെർലിയം വന്നിട്ടുണ്ട്. ഈ ബെർലിയത്തുമ്മയും 2 ഹൈഡ്രജനുകളുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ ബെർലിയത്തിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഹൈഡ്രജൻ്റെ കയ്യിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഈ ബെർലിയത്തിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, നോക്കൂ, ഈ 2 ഇലക്ട്രോണുകൾ ഉപയോഗിച്ചിട്ട് ബെർലിയത്തിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഈ 2 ഇലക്ട്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ബെർലിയത്തിനെയും ഹൈഡ്രജനെയും അവരിങ്ങനെ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുക. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുക, അതായത് 2 ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് 3 സെൻറ്ററിനെ കണക്ട് ചെയ്തേക്കുക. 2 ഇലക്ട്രോണുകൾ ഉപയോഗിച്ച്, ഏത് 2 ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ടാ? ബെർലിയത്തിലുള്ള ഒരു ഇലക്ട്രോണും, ഓക്കെ, ബെർലിയത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണും അതേപോലെ ഹൈഡ്രജനിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണും ഉപയോഗിച്ച് ഈ ബെർലിയത്തിനെയും ഈ ഹൈഡ്രജനെയും ഈ ബെർലിയത്തിനെയും, ഓക്കെ, ഇതിനെ ഇങ്ങനൊരു ഷേപ്പിൽ ഇത് അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനൊരു ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് നിർത്തിയത് കൊണ്ട് ഇതിനെ നമുക്ക് ബനാന ബോണ്ട് എന്നുള്ള ഒരു പേരിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, ബനാന ബോണ്ട് എന്ന പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ അറിയപ്പെടാവുന്ന ഒരു പേരാണ് ബ്രിഡ്ജ് ബോണ്ട്. ഓക്കെ, ബനാന ബോണ്ട് ഓർ ബ്രിഡ്ജ് ബോണ്ട് എന്നുള്ള പേരിൽ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് വിളിക്കുന്നത്? 3 സെൻറ്ററുകൾ പ്രസൻ്റ് ആയിട്ടുണ്ട്, ബെർലിയം, ഹൈഡ്രജൻ. ഇതിനെ 3 എണ്ണത്തിനെ കണക്ട് ചെയ്യാനായിട്ട് ആകെ ഉപയോഗിച്ചത് 2 ഇലക്ട്രോണാണ്. ഏത് 2 ഇലക്ട്രോണാണ്? ഈ ബെർലിയത്തിൻ്റെയും ഈ ഹൈഡ്രജൻ്റെയും ഇടയിൽ പ്രസൻ്റ് ആയിട്ടുള്ള 2 ഇലക്ട്രോണുകൾ. ആ 2 ഇലക്ട്രോണിനെ ഉപയോഗിച്ചിട്ട് ഈ 3 സെൻറ്ററിനെ കണക്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പേരിൽ വിളിക്കുന്നത്? 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോണ്ട് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. 2 ഇലക്ട്രോൺ 3 സെൻറ്റർ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ താഴെയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഇവിടെ ഈ ബെർലിയത്തിൻ്റെയും ഈ ഹൈഡ്രജൻ്റെയും ഇടയിൽ ഇലക്ട്രോണുകളുണ്ട്. ഓക്കെ, ഞാൻ വരച്ചിരിക്കുന്ന പാറ്റേൺ നിങ്ങൾ നോക്കുക. ഈ ബെർലിയത്തിൻ്റെ ഈ ഹൈഡ്രജൻ്റെ ഇടയിലുള്ള ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് ഇവിടെ ബോണ്ട് ഉണ്ടാക്കിയപ്പോൾ
ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് ഇവിടെയും ഇതേപോലെ തന്നെ താഴെയും ഒരു ബനാന ബോണ്ട് ഇവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബെർലിയം ഹൈഡ്രൈഡിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 2 ബനാന ബോണ്ടുകൾ നിങ്ങൾക്ക് കാണാം, 2 ബ്രിഡ്ജ് ബോണ്ടുകൾ കാണാം, 2 3 സെൻറ്റഡ് 2 ഇലക്ട്രോൺ ബോണ്ടുകൾ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ ഒരു പോളിമറിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടായിരിക്കും ആര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, ബെർലിയം ഹൈഡ്രൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെച്ചോളുക, അതായത് ബെർലിയം ഹൈഡ്രൈഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പോളിമറിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, ബെർലിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ബെർലിയം ഹൈഡ്രൈഡിൻ്റെ റിയാക്ഷൻ വരുന്നത് 2BeH2 എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ബെർലിയം ഹൈഡ്രൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതിനായിട്ട് ബെർലിയം ക്ലോറൈഡ് BeCl2, ബെർലിയം ക്ലോറൈഡ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടല്ലോ, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബെർലിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യും BeH2 പ്ലസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ലിഥിയം ക്ലോറൈഡും അലുമിനിയം ക്ലോറൈഡും AlCl3 ഫോം ചെയ്യും. അപ്പോൾ ബെർലിയം ക്ലോറൈഡിനെ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാണ് നമ്മൾ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബെർലിയം ഹൈഡ്രൈഡും അതേപോലെ തന്നെ ലിഥിയം ക്ലോറൈഡ് പ്ലസ് AlCl3 അലുമിനിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇവൻ്റെ റിയാക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതോടുകൂടി നമ്മുടെ ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഹാലോജൻസുമായിട്ടുള്ള ഇവരുടെ റിയാക്ടിവിറ്റിയാണ്. എങ്ങനെയാണ് ഇവർ ഹാലോജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഓക്കെ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലോജൻസുമായിട്ടുള്ള ഇവരുടെ റിയാക്ടിവിറ്റി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിലുള്ളത് നമുക്കറിയാം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഇവരൊക്കെ തന്നെ ഹാലോജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യുന്നത് അവരുടെ ഹാലൈഡുകളാണ്. ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, റുബീഡിയം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ് പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാലൈഡുകൾ ഫോം ചെയ്യുന്നു. ഒരു ജനറൽ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2m പ്ലസ് X2 ഗീവ്സ് 2mx എന്നൊരു ജനറൽ ഇക്വേഷൻ എഴുതാം. അതായത് 2Na പ്ലസ് Cl2 ഗീവ്സ് 2NaCl എന്ന് നമുക്കൊരു ജനറൽ ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ പൊട്ടാസ്യമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ 2K പ്ലസ് Cl2 ഗീവ്സ് 2KCl എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജനറൽ റിയാക്ഷൻ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ സാധാരണ ഇവർ നോർമൽ ഫോം ചെയ്യുന്ന ഹാലൈഡ്. ഈ ഹാലൈഡിൽ നിന്ന് വിട്ടുകൊണ്ട് ഇവർ ഫോം ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് ഹാലൈഡ്, ഇപ്പോൾ പൊട്ടാസ്യം ഫോം ചെയ്യുമ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് KI എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട്, പൊട്ടാസ്യം അയോഡൈഡ്. ഇത് കൂടാതെ ഈ പൊട്ടാസ്യം പോലെയുള്ള സൈസ് കൂടിയ ആളുകൾക്ക് പോളി ഹാലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഓഫ് കോമ്പൗണ്ട് കൂടി ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സൈസ് കൂടുതലായിട്ടുള്ള പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലെയുള്ള ആളുകൾക്ക് പോളി ഹാലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഓഫ് അയഡൈഡും കൂടിയും ഇവർ ഫോം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവർ അയഡൈഡ് മാത്രമല്ല, അതായത് ഹാലൈഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. പൊട്ടാസ്യം ഫോം ചെയ്യുന്ന KI3 എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഓക്കെ, ഇറ്റ് ഈസ് എ പോളി ഹാലൈഡ്. ഈ പോളി ഹാലൈഡിൽ പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് K+1ഉം അയോഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് I-1/3 അയോഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1/3 എന്നായിരിക്കും. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ സീഷ്യം എടുക്കാമെന്ന് വിചാരിക്കുക. സീഷ്യം ബ്രോമൈഡ് ഉണ്ട്, ഈ സീഷ്യം ബ്രോമൈഡ് എഗെയിൻ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും, CsBr3 എന്ന് ഫോം ചെയ്യും. ഇതും ഒരു പോളി ഹാലൈഡാണ്. അപ്പോൾ ഇതൊക്കെ പോളി ഹാലൈഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. KI3, CsBr3 പോലെയുള്ള കോമ്പൗണ്ടുകൾ പോളി ഹാലൈഡുകളാണ്. ആ പോളി ഹാലൈഡുകളിലെ ഹാലോജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1/3 ആയിരിക്കും. പോളി ഹാലൈഡുകളിലത്തെ ഹാലോജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, -1/3 ആയിരിക്കും. ആ പോയിന്റ് ഒന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഇവരുടെ കോവാലൻ്റ് നേച്ചറിനെ കുറിച്ചാണ് പറയാനുള്ളത്. കോവാലൻ്റ് നേച്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് തന്നെ നമ്മൾ എടുത്തു വിചാരിക്കുക. സോഡിയം ക്ലോറൈഡ് NaCl എടുക്കുന്നു. NaCl എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇതൊരു അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഓക്കെ, അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിൽ NaCl ഫോം ചെയ്യുന്ന സമയത്ത് സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് Na+ ആയിട്ടും ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കൊണ്ട് Cl- ആയിട്ട് മാറുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഈ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്, NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സോ ഇതൊരു അയോണിക് കോമ്പൗണ്ടാണ്. ഓക്കെ, പക്ഷേ അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്ക് ഒരു കോവാലൻ്റ് ആയിട്ടുള്ള നേച്ചർ കാണും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫജാൻസ് റൂൾ എന്നാണ്.
അയോണിക് കോമ്പൗണ്ടുകൾക്ക് കോവാലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറും കൂടി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്ക് കോവാലൻ്റ് നേച്ചർ കാണുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഫജാൻസ് റൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫജാൻസ് റൂൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫജാൻസ് റൂളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് ഫജാൻസ് റൂളുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റൂബീഡിയം, സീഷ്യം. ഓക്കെ, ഇതിലത്തെ ലിഥിയത്തിൻ്റെ സൈസ് വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള സൈസ് ഉള്ളതാണ് ലിഥിയം. ഓക്കെ, ലിഥിയത്തിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ ഫജാൻസ് റൂൾ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റയോണിൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ, ഓക്കെ, സ്മോളർ ദി കാറ്റയോൺ, കാറ്റയോണിൻ്റെ സൈസ് വളരെ ചെറുതും ആനയോണിൻ്റെ സൈസ് വളരെ കൂടുതലും, ഓക്കെ, ആനയോൺ സൈസ് ലാർജറുമാണെന്നുണ്ടെങ്കിൽ അവിടെ പോളറൈസേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, പോളറൈസേഷൻ ലാർജർ എക്സ്റ്റെൻറ്റിൽ നടക്കും. ഓക്കെ, പോളറൈസേഷൻ എന്താണെന്ന് നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, പോളറൈസേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള എൻ്റെ ഒരു ഫിഗറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള അയോൺ പെയർ വെച്ചിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ മ്യൂച്വലി പോളറൈസ് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നു. ഓക്കെ, പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡെഫിനിഷൻ എന്നറിയാം. ഡിസ്റ്റോർഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ക്ലൗഡ് ബൈ കാറ്റയോൺ. ഓക്കെ, ഡിസ്റ്റോർഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ക്ലൗഡ് ബൈ കാറ്റയോൺ. കാറ്റയോണുകൾ ആനയോണുകളെ, അതായത് ഇലക്ട്രോൺ ക്ലൗഡ്, ആനയോണിലുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യിപ്പിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. ഓക്കെ, പോളറൈസേഷൻ. അപ്പോൾ ഈ പോളറൈസേഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ കോവാലൻ്റ് ബോണ്ട് ക്യാരക്ടർ കൂടുന്നു. പോളറൈസേഷൻ കൂടുതൽ നടക്കുമ്പോൾ കോവാലൻ്റ് ക്യാരക്ടറും കൂടുന്നു. അപ്പോൾ ഈ ലിഥിയത്തിൻ്റെ കേസിൽ എടുക്കുന്ന സമയത്ത് ലിഥിയത്തിൻ്റെ ഞാനൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, ലിഥിയം അയോഡൈഡ്. ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ കോവാലൻ്റ് ക്യാരക്ടർ നടക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പോളറൈസേഷൻ നടക്കുന്നത്, കോവാലൻ്റ് ക്യാരക്ടറിലെ പോളറൈസേഷൻ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളറൈസേഷൻ നടക്കുന്നത് ആരുടെ കേസിലായിരിക്കും? ലിഥിയം അയോഡൈഡിൻ്റെ കേസിലായിരിക്കും എമംഗ് ആൽക്കലി മെറ്റൽസ്. കാരണം ലിഥിയം എന്ന് പറയുമ്പോൾ ഇതിലത്തെ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ആളാണ് ലിഥിയം. ഓക്കെ, ലിഥിയത്തിൻ്റെ സൈസ് നമുക്കറിയാം, ലിഥിയം അയോൺ ആണ് ഏറ്റവും ചെറുതായിട്ടുള്ളത്. നമുക്കറിയാം അയോഡൈഡ് അയോൺ ആണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ഓക്കെ, I- അയോൺ ആണ് ലാർജ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ കറക്റ്റ് ആയല്ലോ. കാറ്റയോണിൻ്റെ സൈസ് വളരെ ചെറുതും ആനയോണിൻ്റെ സൈസ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ പോളറൈസേഷൻ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റിൽ നടക്കും. പോളറൈസേഷൻ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കോവാലൻ്റ് ക്യാരക്ടറും കൂടുതലായിരിക്കും. സോ നമുക്ക് പറയാം ലിഥിയം അയോഡൈഡിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഓക്കെ, കാരണം പോളറൈസേഷൻ ഫാക്ടർ വെച്ചിട്ടാണ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ ഒരു കുറച്ച് കോമ്പൗണ്ടുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, റുബീഡിയം ക്ലോറൈഡ്, ദെൻ സീഷ്യം ക്ലോറൈഡ്. ഈ കോമ്പൗണ്ടുകളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ കോമ്പൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ കോവാലൻ്റ് ക്യാരക്ടറുള്ള കോമ്പൗണ്ട് ആയിരിക്കും? ലിഥിയം ക്ലോറൈഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇവരുടെ കോവാലൻ്റ് ക്യാരക്ടർ ഡിക്രീസ് ചെയ്ത് വരും. കോവാലൻ്റ് ക്യാരക്ടറിൻ്റെ ഓർഡറാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഓക്കെ, കോവാലൻ്റ് ക്യാരക്ടർ ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കോവാലൻ്റ് ക്യാരക്ടർ ഉള്ളത് ലിഥിയം ക്ലോറൈഡിനായിരിക്കും. കാരണം സ്മോളസ്റ്റ് സൈസ് ആയതുകൊണ്ട് പോളറൈസേഷൻ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റിൽ നടത്താൻ കഴിയുന്നു. അതുവഴി അവരുടെ കോവാലൻ്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഇവരുടെ ഒരു കേസിൽ വരുന്നത്. ഓക്കെ, ഹാലോജൻസുമായിട്ടുള്ള റിയാക്ടിവിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹാലോജൻസുമായിട്ടുള്ള റിയാക്ടിവിറ്റി. ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ ട്രെൻഡ് വരുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസിൽ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലോജൻസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആൽക്കലി മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നോക്കണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലേക്ക് നമുക്ക് വരാം.